ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരെത്തി കേട്ടോ. തൃശ്ശൂർ ആതിരപ്പള്ളിയാണ്. അപ്പോൾ ആതിരപ്പള്ളിയിലെ വിശേഷങ്ങളാണ് നമ്മൾ തൃശ്ശൂരെത്തിയിട്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോ തൃശ്ശൂരാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഒന്നുകൂടെ ഒന്ന് കാണാം. ഞാൻ ഇടയ്ക്കൊന്ന് വന്നതാണ്. അപ്പം ഓൾ കേരള ട്രിപ്പ് വന്നപ്പം ഒന്നുകൂടെ വന്നു. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഒന്നുകൂടെ ഒന്ന് കാണാം. ഞാൻ ഇടയ്ക്കൊന്ന് വന്നതാണ്. അപ്പം ഓൾ കേരള ട്രിപ്പ് വന്നപ്പം ഒന്നുകൂടെ വന്നു. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണാം. ഇങ്ങോട്ട് നടന്നു വന്നപ്പം കണ്ടൊരു മനോഹരമായ കാഴ്ച. എൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി ഇപ്പം താഴെ ഇട്ട് കളഞ്ഞു. ആ കിടക്കുന്ന കുപ്പിയുണ്ട്. കുപ്പി അവനെടുത്ത് കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം പുള്ളി താഴെ ഇട്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം ഇത്രയും കുരങ്ങന്മാരെ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം അവർ ഈ തെറ്റാലി ഉപയോഗിച്ചിട്ട് കുരങ്ങന്മാരെ എല്ലാം ഓടിക്കുമായിരുന്നു. അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റുകളുണ്ടായിരുന്നുണ്ട്. കുരങ്ങൻ പേൻ നോക്കുന്ന കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതേ കണ്ടു. കണ്ട കുഞ്ഞു കുരങ്ങൻ്റെ പേൻ നോക്കും. അതേ ഒരാൾ താഴെ വന്ന് നിൽപ്പുണ്ട്. ആൾക്കാർ കൂടുമ്പോഴാണ് കേട്ടോ ഇവർ ഇതേ ഒരു കുഞ്ഞി കുരങ്ങൻ താഴോട്ട് ഇനിയും ഉണ്ട് കേട്ടോ. താഴെ ഇങ്ങനെ സൈഡിൽ ഇതേൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. വേലിയൽ നമുക്ക് താഴോട്ട് നോക്കാം. ഡാ ഇങ്ങോട്ട് നോക്കിയാടാ, ഇതായിരിക്കുന്നു വേറൊരാൾ നമ്മുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതേ വേറൊരു സൂത്രം കാണിക്കാം. ഇതായിരിക്കുന്ന ഒരാളെ കൊഞ്ചനെ കുത്തി കാണിക്കുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നു. ഒരാൾ ഇതേ താഴോട്ട് നോക്കിയിരിക്കുന്നു. ഇച്ചിരി മാറി നിൽക്കാം. കണ്ട കണ്ട ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഓരോ. ഇതേ ഒരുത്തർ ഓടി വരുന്നു. കണ്ട കയറിയിരിക്കുന്നു. ഇനി വേലിയെ മൊത്തം കുരങ്ങന്മാരാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതേ ഇരിക്കുന്നുണ്ടോ അടുത്തയാൾ. കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇവരെല്ലാം ഒത്തിരി ടൂറിസ്റ്റുകളുള്ള സമയത്ത് ഇവരിതിനെല്ലാം തെറ്റാലി ഉപയോഗിച്ചിട്ട് എറിഞ്ഞ് കല്ല് അടിച്ചോടിക്കും. അപ്പോൾ അവരെ കാണുമ്പോഴത്തേന് ഈ സാധനങ്ങളെല്ലാം പേടിയാണ് അവർ. ഇതുകൊണ്ടോ ഒരാളിരുന്നത് ഈ ഈറ്റയുടെ ഇലയാണെങ്കിൽ പെറുക്കി കഴിക്കുന്നുണ്ടോ. ഈറ്റയുടെ ഇല കഴിക്കുകയാണ്. ഈ കാണുന്നുണ്ടോ ആതിരപ്പള്ളി റിവർ. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി താഴോട്ട് വന്നിട്ട് താഴെയാണ് ആതിരപ്പള്ളിയിലേക്ക് ചാടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അങ്ങോട്ടാണ്. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഇതുപോലത്തെ സ്ലോപ്പായിട്ടുള്ള പാറയാണ്. അപ്പോൾ ഈ പാറ വഴി വേണം നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട്. എന്നാലേ ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ കാണുന്നതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട പോലല്ലോ കേട്ടോ. താഴോട്ട് വരുമ്പോൾ ഭയങ്കര വിശാലമായിട്ടാണ് ഈ ആതിരപ്പള്ളി റിവർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കര റിവറാണ്. ആ കാണുന്നതെല്ലാം വനമാണ്. അക്കരെ കാണുന്നതെല്ലാം കംപ്ലീറ്റ് വനമാണ്. ഈ ഒഴുകി വരുന്ന വെള്ളം ഇതുവഴി വന്നിട്ട് കറങ്ങിയാണ് താഴോട്ട് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ആ ഭാഗത്തോട്ട് പോയിട്ട് അതിൻ്റെ വിഷ്വൽസും കൂടെ കാണാം. ഈ ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ്ലി പാറയാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ വരുമ്പോൾ ആ കാണുന്ന ഭാഗത്താണ് നല്ല മനോഹരമായിട്ട് വെള്ളം. ഇപ്പം വെള്ളം ഭയങ്കര കുറവാണ് കേട്ടോ. അത്രയും കുറവായിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ വ്യൂ കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണ്. വളരെ മനോഹരമായിട്ടാണ് ആതിരപ്പള്ളി ഒഴുകുന്നത്. വെള്ളം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ കയറൊക്കെ ഇട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ്ലി വേലി കെട്ടി അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നമ്മൾ നേരെ തന്നെ മണ്ടേ കയറി കണ്ടോ. മണ്ടേന്ന് വെള്ളം വീഴുന്ന വെള്ളം കുറവാണ് കണ്ടോ. വെള്ളം കുറവായതുകൊണ്ട് അത് ശരിക്കും കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ഇതാണ്. ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നല്ലപോലെ മഴ പെയ്ത് വെള്ളമൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ കൂടെ വെള്ളം ഇങ്ങനെ കവിഞ്ഞതായിട്ടെടുക്കും. കഴിഞ്ഞ തവണ നമ്മൾ നിന്ന സ്ഥലം അതാണ് കേട്ടോ. അവിടെ പോയി നിന്നിട്ട് വരുമ്പം നമുക്ക് അതിൻ്റെ വിഷ്വൽ കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടെ മനോഹരമായിട്ട്. താഴെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. വെള്ളം നോക്കിയാലും അടിപൊളി കേട്ടോ. ഭയങ്കര വ്യൂ. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് പാറകളൊക്കെ തെളിഞ്ഞ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഞാൻ താഴെ എത്താറായപ്പോൾ മേളിൽ നിന്ന് വെള്ളം താഴേക്ക് ചാടുന്നത് കാണാൻ കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസ് അവിടെ നിന്ന് കാണാം. പക്ഷേ വെള്ളം ഞാൻ കഴിഞ്ഞ തവണ വന്നതിനെക്കാട്ടും ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഏറ്റവും താഴെ എത്തി കേട്ടോ. അപ്പോൾ താഴെ എത്തിയപ്പോഴാണ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ആ ഒരു വ്യൂ കാണുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ വന്നപ്പം വെള്ളം ഒത്തിരി കുറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തും ഇങ്ങോട്ട് കയറി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ വന്നപ്പോൾ ഈ ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ. കണ്ടോ.
ഒത്തിരി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാനിതുവഴി യാത്ര ചെയ്ത് വന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ലപോലെ വെള്ളത്തിൻ്റെ ഈർപ്പം അടിച്ച് സ്നോ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇങ്ങോട്ടൊന്നും അത്രയ്ക്ക് വെള്ളം വരുന്നില്ല. ആ വെള്ളത്തിൻ്റെ അളവ് കണ്ടമാനം കുറഞ്ഞു പോയി. അതാണ് അത് പറ്റിപ്പോയത്. ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റുമായിരിക്കും. അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ, അപ്പോൾ അറിയാം. ഇതെല്ലാം വെള്ളം വേണ്ടിയിട്ട് കേട്ടോ, വെള്ളം മൊത്തം ചള്ളയായിട്ട് കിടക്കും. അങ്ങോട്ട് കയറല്ലേ, കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. പറ്റിയാലോ ചാടി. വെള്ളമില്ലാത്തതുകൊണ്ട് ആതിരപ്പള്ളിയിലെ വ്യൂ കണ്ടോ. അവിടെ ആ ഭാഗം നോക്കി, ആ ഭാഗത്ത് സ്നോ ഉണ്ട് കേട്ടോ. അവിടെ നല്ലപോലെ സ്നോ അടിച്ച് തള്ളി വരുന്നുണ്ട്. ഇത് ഇഷ്ടംപോലെ പേര് അവിടെ എല്ലാം പോയി കല്ലിൻ്റെ എല്ലാം മുകളിലിരിപ്പുണ്ട്. ഇവരെ എല്ലാം വാച്ച് കൊണ്ട് ഇത് ഒരു വാച്ചർ ഷെഡിനകത്ത് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി അതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. നല്ലപോലെ വെള്ളമാണെങ്കിൽ അടിപൊളിയാണ്. ഇത് നിറഞ്ഞ് കവിഞ്ഞാണ് ആതിരപ്പള്ളി ഒഴുകുന്നത്. അപ്പം കണ്ടോ, ഇന്ന് സന്ദർശകർ ഒത്തിരി കുറവുണ്ട് കേട്ടോ. ആതിരപ്പള്ളിയിലേക്കുള്ള യാത്രക്കാർ ഒത്തിരി കുറവുണ്ട്. കാരണം അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അത്രയും ഇല്ല. വെള്ളച്ചാട്ടം കണ്ടല്ലോ, ഈ വെള്ളച്ചാട്ടം നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ആ വെള്ളച്ചാട്ടം കാണുന്നത്. അതിൻ്റെ സൈഡ് മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ വേലി കെട്ടിരിക്കുന്നിടത്ത് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കറങ്ങി വരുമ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം വെള്ളം കുറവായതുകൊണ്ട്. പിന്നെ അവിടുത്തെ ഈ പാറയുടെ തടസ്സവും കണ്ട് നമുക്ക് അത്രേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ താഴെ വന്നപ്പം കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ്. ഈറ്റയുടെ ഇല കൊണ്ട് മെയ്യുന്നു. ഇനി ഒരു സൂത്രം കൂടെ കാണിച്ചു തരാം. ഇത് ഇപ്പം അകത്തോട്ട് കയറിയിട്ട് മുകളിലോട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്ന് കണ്ടോണേ. ഇത് കണ്ടോ, ഇന്ന ഭംഗിയില ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു. നോക്കി കണ്ടോ, മഴ പെയ്താൽ പോലും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങത്തില്ല. നോക്കി, ട്രഡീഷണൽ രീതിയിൽ ചെയ്തിരിക്കുന്ന കണ്ടോ. ഇതിൻ്റെ മുകളിലിരുന്ന് ഇല നെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, സൂപ്പറല്ലേ, പോളിസാണ് കേട്ടോ. അപ്പം ഇത് എൻ്റെ ബാക്കി കാണുന്നതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. തൃശ്ശൂരുണ്ട്, തൃശ്ശൂരിലെ കുറേ വിശേഷങ്ങളൂടെ കാണാനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.